നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന കല്യാണവർമാവിൻ്റെ പഞ്ചഗ്രഹയോഗ നിരൂപണം 18-ാം അധ്യായത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള പഞ്ചഗ്രഹയോഗ നിരൂപണത്തിലെ 19-ാമത്തെ ശ്ലോകം. ഇവിടെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ശ്ലോകത്തിൽ വരുന്ന പഞ്ചഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. തിമിരാമയി ദരിദ്രഃ പരാന്നം അഭിയാജതേ സദാ ദീനഃ മലിനയതി ബന്ധുവർഗം കുജാർക്കി ബുധ ജീവ ഹിമകിരണേഹി. ഇവിടെ കുജ അർക്കി, കുജൻ എന്നാൽ ചൊവ്വ, അർക്കി എന്നാൽ അർക്കപുത്രൻ ശനി, പിന്നീട് ബുധ ജീവ ഹിമകിരണേഹി. ബുധൻ എന്നാൽ നിങ്ങൾക്കറിയാം സൗമ്യൻ, ജീവൻ വ്യാഴം. ഹിമകിരണം എന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ കിരണത്തോടു കൂടിയ ആൾ ആരാണ്? ചന്ദ്രൻ. ഇവിടെ ഈ പഞ്ചഗ്രഹയോഗത്തിൽ 3 ശുഭഗ്രഹങ്ങൾ ആരൊക്കെയാണ്? ചന്ദ്രൻ, ബുധൻ, വ്യാഴം. 2 പാപഗ്രഹങ്ങൾ ആരൊക്കെയാണ്? ചൊവ്വയും ശനിയും. അതിനാൽ ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി ഇപ്രകാരമാണെന്ന് ആചാര്യൻ സമർത്ഥിക്കുന്നു. അദ്ദേഹം ആരാകുന്നു? ആ യോഗത്തിൽ ജനിച്ച വ്യക്തി ഒരു നല്ല യോഗമല്ല ഇവിടെ പഞ്ചഗ്രഹ യോഗത്തിൽ ആചാര്യൻ വിശദീകരിക്കുന്നത്. കാരണം ചൊവ്വയും ശനിയും എപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന 2 ഗ്രഹങ്ങളാണ്. ഇവിടെ ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി തിമിരാമയി, തിമിരമെന്ന നേത്രരോഗത്താൽ എപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിന് കണ്ണുകൾക്ക് തിമിര രോഗമാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇദ്ദേഹം എപ്പോഴും സദാ ദീനഹാസൻ, എപ്പോഴും വളരെ ദൈന്യത്തോടുകൂടി പരാന്നം അഭിയാചതേ, മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷക്കായി കൈനീട്ടുന്നു, യാചിക്കുന്നു, ഇരന്ന് ജീവിക്കുന്നു എന്നർത്ഥം. ഒരു നല്ല യോഗമല്ല ഇത്. അതിന് പുറമെ ബന്ധുവർഗം മലിനമായി, തൻ്റെ ബന്ധുവർഗത്തെ അദ്ദേഹം മാലിന്യപ്പെടുത്തുന്നു, ബന്ധുവർഗങ്ങൾക്ക് പേരുദോഷമുണ്ടാകുന്നു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമാണ്. ബന്ധുവർഗം മലിനയതി, തൻ്റെ ബന്ധുവർഗക്ക് മാലിന്യമുണ്ടാക്കും, മാനക്കേടുണ്ടാക്കും. ഇവർ ചിലരുടെ സ്വഭാവമാണ്. നമുക്കൊരിക്കലും സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറുപ്പകാലത്തുളവായ ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് നാം ചൊല്ലുന്നത് അല്ലേ? കാരസ്കരത്തിൻ്റെ ഗുരു, കാഞ്ഞിരത്തിൻ്റെ ഗുരു പാലിലിട്ടാൽ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ സ്വതസിദ്ധമായ ആ കയ്പ് അതൊരിക്കലും എന്ത് ചെയ്യുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് സാരം. ഒരാൾ എവിടെ ജനിച്ചാലും അവരുടെ സംസർഗം, സ്വഭാവം അവർ പ്രകടിപ്പിക്കുമെന്ന് ചുരുക്കം. അത് എത്ര സമ്പന്നനായാലും നമുക്ക് കാണാം. എത്രയോ സമ്പന്നരായ ആളുകൾ മോഷ്ടിക്കുന്നത് നമുക്ക് കാണാം. അത് ചിലരുടെ സ്വഭാവമാണ്, രക്തത്തിലലിഞ്ഞ സ്വഭാവമാണ്. ഏതായാലും ഈ യോഗം അത്ര നല്ലൊരു യോഗമല്ല. നന്ദി, നമസ്തേ.